ഹായ്, ലേൺ പൈതൺ മലയാളത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. പൈതണിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ലിസ്റ്റ്സ് ആണ് നമ്മൾ ഈ ലെക്ചറിൽ കാണുന്നത്. പൈതൺ ലാംഗ്വേജിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ആൻഡ് മാനിപ്പുലേഷൻ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ LST എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്കാണ് ലിസ്റ്റ് സേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ലിസ്റ്റ് എപ്പോഴും നമ്മൾ എൻ്റർ ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിട്ടാണ്. ഇവിടെ ഞാൻ 1, 2, 3, 4, 5 എന്ന് പറയുന്ന എലമെൻസുകളാണ് ഈ ലിസ്റ്റിനകത്തേക്ക് കൊടുക്കുന്നത്. ലിസ്റ്റിൽ എപ്പോഴും കോമ യൂസ് ചെയ്തിട്ടാണ് എലമെൻസുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാനിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രിൻ്റ് LST, ഈ ലിസ്റ്റ് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് കാണാം. ഈ ലിസ്റ്റിൻ്റെ ടൈപ്പ് ഒന്ന് എടുത്ത് നോക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് ആ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ഇവിടെ നോക്കിയാൽ അറിയാം ആ ക്ലാസ് ലിസ്റ്റ് ആണെന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് നമ്പേഴ്സ് മാത്രമല്ല സ്ട്രിങ്ങുകൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. സപ്പോസ് ഞാനിവിടെ ക്യാറ്റ് ആൻഡ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രിങ്സ് ആണ് എലമെൻ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോഴും നമുക്കിങ്ങനെ സ്ട്രിങ്സ് ഒരു ലിസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി അതേ സമയത്ത് നമുക്ക് മിക്സഡ് എലമെൻസുകളും ഈ ലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. സപ്പോസ് ഞാൻ 1 എന്ന് പറയുന്ന ഇൻറ്റിജർ കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ക്യാറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൊടുക്കാം നമുക്ക്. ദെൻ 2, ദെൻ അഗെയിൻ എ സ്ട്രിങ്, ദെൻ 3. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് കൗ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ദെൻ 4, ദെൻ സംതിങ് ലൈക്ക് ടൈഗർ. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കിയാലും ഇൻറ്റിജേഴ്സും സ്ട്രിങ്ങും രണ്ടും നമുക്ക് ലിസ്റ്റിനകത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മിക്സഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സുകളും നമുക്ക് ലിസ്റ്റിനകത്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ബേസിക്കലി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 എലമെൻസുകളാണ് ഈ ലിസ്റ്റിനകത്ത് വരുന്നത്. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് മാത്രം എനിക്ക് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യുക. പൈതണിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ലിസ്റ്റ് ഓഫ്, ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1 എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഞാനിത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ക്യാറ്റാണ്. അതായത് രണ്ടാമത്തെ എലമെൻ്റാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഞാനിവിടെ 1 എന്ന് കൊടുത്തപ്പം എനിക്ക് ക്യാറ്റാണ് കിട്ടിയത്. ഇതിന് കാരണം പൈതണിൽ ഇൻഡെക്സിങ് എപ്പോഴും 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ ഈ 1 എന്ന് പറയുന്നത് 0th എലമെൻ്റാണ്, ക്യാറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എലമെൻറ്റ്, ഈ 2 എന്ന് പറയുന്ന സെക്കൻഡ് എലമെൻറ്റ്, ഡോഗ് എന്ന് പറയുന്ന തേർഡ് എലമെൻറ്റ്, 4th എലമെൻറ്റ്, 5th, 6th ആൻഡ് 7. സോ നമുക്കിവിടെ 8 എലമെൻറ്റ്സുകൾ ഉണ്ടെങ്കിലും ഇൻഡെക്സിങ്ങിൻ്റെ ബേസിൽ നോക്കുമ്പോൾ 0 to 7 ആണ് നമ്മളിവിടെ ചെയ്യുക. സോ ലിസ്റ്റ് ഓഫ് 0 എന്ന് ഞാൻ കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫസ്റ്റ് എലമെൻ്റ് ഇവിടെ കിട്ടും. സോ ഇൻഡെക്സിങ് എപ്പോഴും ശ്രദ്ധിക്കുക, ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0. ഓക്കെ, ഞാൻ ഇനി സപ്പോസ് 4 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 5th എലമെൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. ദാറ്റ് ഇസ് 0, 1, 2, 3, 4. ഈ 3 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി ഇതേ സമയത്ത് നമുക്ക് റിവേഴ്സ് ഇൻഡെക്സിങ് അവൈലബിൾ ആണ് പൈതണിൽ. ഇതിപ്പോൾ എനിക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. അതേ സമയത്ത് എനിക്ക് ലാസ്റ്റിലുള്ള വാല്യൂ റൈറ്റ് സൈഡിൽ നിന്ന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് -1 എന്ന് കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലാസ്റ്റ് എലമെൻ്റ് എന്താണോ അതെനിക്ക് കിട്ടും. അതേസമയത്ത് -1ന് പകരം -2 ആണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും എനിക്കിവിടെ കിട്ടുക. സോ ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലിസ്റ്റിനകത്തുള്ള പെർട്ടിക്കുലർ എലമെൻറ്റ്സിനെ വേണമെങ്കിൽ കോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലിസ്റ്റിനകത്ത് വാല്യൂസ് എങ്ങനെ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ LST എന്ന് പറയുന്നൊരു വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഇനി ഈ ലിസ്റ്റിനകത്തേക്ക് എനിക്ക് മോർ എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിലുള്ള ഒരു മെത്തേഡാണ് LST ഡോട്ട്. നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. append, ക്ലിയർ, കോപ്പി, കൗണ്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ. നമുക്കറിയാം ഊപ്സ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡോട്ട് വെച്ചിട്ട് ചെയ്യുന്നത്. സോ ഈ ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്തുള്ള വൺ ഓഫ് ദ മെത്തേഡാണ് append എന്ന് പറയുന്നത്. ഓക്കെ, സോ append യൂസ് ചെയ്തിട്ട് എനിക്ക് എലമെൻറ്റ്സിനെ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. സോ ഈ ലിസ്റ്റിനകത്തേക്ക് എനിക്ക് വാല്യൂസിനെ append ചെയ്യണമെങ്കിൽ ഐ ക്യാൻ യൂസ് ദിസ് മെത്തേഡ്.
സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം append എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ കോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോ ടു ഡെഫിനിഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണാവുന്നതാണ്. സോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, നമുക്ക് ഇനീഷ്യലി അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സോ append എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് വാല്യൂസ് append ചെയ്യാനുള്ളതാണ്. സപ്പോസ് എനിക്കിവിടെ 4 ഇവിടെ 5 എന്ന് പറയുന്നൊരു വാല്യൂ append ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് എനിക്ക് 5 കൊടുത്തിട്ട് സോ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ 5 എന്ന് പറയുന്നത് append ചെയ്തിട്ടുണ്ട്. append എന്ന് പറയുന്ന ഓപ്പറേഷൻ എപ്പോഴും നടക്കുക ഏറ്റവും ലാസ്റ്റിലേക്ക് വാല്യൂസിനെ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതിന് പകരം എനിക്ക് സ്ട്രിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ട്സിനകത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കാവുന്നതാണ്. സപ്പോസ് ഞാൻ ലയൺ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലയൺ എന്ന് പറഞ്ഞിട്ട് വാല്യൂ വന്നു. സോ append എപ്പോഴും എൻഡിൽ വാല്യൂസിനെ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു സിംഗിൾ വാല്യൂ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ append യൂസ് ചെയ്യുക. അതേസമയം എനിക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് വേണമെന്ന് വിചാരിക്കുക, ഈ ടൈഗറിന് ശേഷം ഒരു 5ഉം ദെൻ ലയൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡുണ്ട്. സോ എക്സ്റ്റെൻഡിനകത്ത് നമ്മളെപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കണ്ടൻസുകൾ കൊടുക്കുക. ഓക്കെ, സോ ഞാനൊക്കെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എനിക്ക് 5, ദെൻ ലയൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 വാല്യൂസ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഞാൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ആ 2 വാല്യൂസും ഇതിൽ വന്നിട്ടുണ്ട്. സോ append യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ എലമെൻറ്റ് ആഡ് ചെയ്യാനാണ്. എക്സ്റ്റെൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. സോ നമ്മളിപ്പോൾ കണ്ട append ആൻഡ് എക്സ്റ്റെൻഡ് 2 മെത്തേഡും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ്റെ എൻഡിലാണ് വാല്യൂസ് ആഡ് ചെയ്യുന്നത്. ഇനി അതിന് പകരമായിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ എക്സ്ട്രാ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഇൻസേർട്ട് മെത്തേഡ്. അതായത് ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇവിടെ ഇൻസേർട്ടിൻ്റെ ഇവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം വേണ്ടത് ഏത് ലൊക്കേഷനിലാണ് നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ സപ്പോസ് എനിക്ക് ഈ കാറ്റിന് മുമ്പായിട്ടാണ് ചെയ്യേണ്ടത്, അങ്ങനെയുണ്ടെങ്കിൽ 1 എന്ന് പറയുന്നത് 0th പൊസിഷനാണ്, അതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് പൊസിഷനാണ് അല്ലേ. സോ ഇൻസേർട്ടിൻ്റെ അവിടെ നമുക്ക് 1, എന്നിട്ട് എനിക്ക് എന്താണോ വാല്യൂ, സപ്പോസ് ഞാൻ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ 1, 0 എന്ന് കൊടുത്തു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാം ആ പൊസിഷനിൽ 1ന് ശേഷം 0 വന്നിട്ടുണ്ട്. ഈ 0യ്ക്ക് പകരം ഒരു സ്ട്രിങ് ആണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ, സപ്പോസ് ലയൺ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വരും. സോ ഇൻസേർട്ട് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമുക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഇൻഡെക്സ് വാല്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇൻഡെക്സ് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ 0 എന്നാണ് എപ്പോഴും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മൾ 1 എന്ന് പറയുന്ന പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമതായിട്ടായിരിക്കും വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. സോ അതാണ് ഇൻസേർട്ട് ഓപ്ഷൻ. സോ നമുക്ക് ന്യൂ എലമെൻറ്റ്സിനൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ append, എക്സ്റ്റെൻഡ്, ഇൻസേർട്ട് പോലെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാം. ഇനി ഇതേ സമയത്ത് സപ്പോസ് എനിക്കിതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഈ ഓർഡർ നേരെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ദർ ഈസ് അനദർ മെത്തേഡ് ഈസ് ദർ. റിവേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ലിസ്റ്റ് ഡോട്ട് റിവേഴ്സ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നേരെ റിവേഴ്സ് ആയിട്ടുണ്ട്. ടൈഗർ 4 കൗ ആ ഒരു മെത്തേഡ് റിവേഴ്സിൽ നമുക്ക് ഇവിടെ കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ്. സപ്പോസ് നമുക്കൊരു വാല്യൂ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് ഡോട്ട് റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഏത് വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത്, സപ്പോസ് ഈ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ 2 നമ്മളവിടെ കൊടുക്കുക. ദെൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. സോ ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോസ് എനിക്ക് ടൈഗറിന് ശേഷം മറ്റൊരു 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 നമുക്ക് പോവില്ല. ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് വാല്യൂ ഏതാണോ അത് മാത്രമായിരിക്കും പോവുക. ഇവിടെ ലാസ്റ്റിലേക്കുള്ള ഈ 2 അവിടുന്ന് പോകില്ല. സോ റിമൂവ് യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ റിമൂവ് പോലെ തന്നെയുള്ള മറ്റൊരു മെത്തേഡാണ് പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ്. പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റിനെ മാത്രം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ append ചെയ്ത പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെയുള്ള ഈ ലാസ്റ്റ് എലമെൻറ്റ് 2 എന്ന് പറയുന്നത് പോയിട്ടുണ്ട്. ഞാൻ ഈ സെയിം സാധനം ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട്
പേസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 തവണ പോപ്പിംഗ് നടക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അവസാനത്തെ 2 എലമെൻറ്റ്, ഇവിടുത്തെ ടൈഗറും 2ഉം 2 എലമെൻറ്റ്സുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. സോ പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റ് നമുക്കെടുക്കാം. ഇനി സപ്പോസ് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനുള്ള എലമെൻ്റാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പോപ്പിൻ്റെ ഈ ബ്രാക്കറ്റിനകത്ത് വാല്യൂ കൊടുക്കാം. സപ്പോസ് പോപ്പ് ഓഫ് 0 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 0th ഇൻഡെക്സ്, നമ്മൾ ഇൻഡെക്സ് നമ്പറാണ് കൊടുക്കുക. സോ ഫസ്റ്റ് എലമെൻറ്റ് ഇതിനകത്ത് പോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് എലമെൻറ്റ്സിനെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ്. നമ്മളുടെ നീഡ് അനുസരിച്ച് നമുക്ക് ഈ മെത്തേഡുകൾ യൂസ് ചെയ്യാം. ഇനി സപ്പോസ് ഒരു പെർട്ടിക്കുലർ സിംഗിൾ എലമെൻ്റ് അല്ല, ഒരു റേഞ്ച് ഓഫ് വാല്യൂ എനിക്ക് വേണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസ് ടു യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇവിടെ 1:4 എന്ന് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനത് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ 1:4 എന്ന് കൊടുത്താണ്. 1 to 4 എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇവിടെ 4th എലമെൻ്റ് അല്ല നമുക്കവിടെ വരിക. എപ്പോഴും ഇൻഡെക്സിങ് കാരണം നമുക്ക് 3rd എലമെൻ്റ് ആണ്. ഇൻഡെക്സിങ് 1 ആയിട്ടുള്ളത് ക്യാറ്റാണ്. സോ 1, ദെൻ ദിസ് ഇസ് 2, ദിസ് ഇസ് 3. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ക്യാറ്റ്, 2 ആൻഡ് ഡോഗ് വരെ മാത്രമേ വന്നിട്ടുള്ളൂ. 4th എലമെൻ്റ് അവിടെ വന്നിട്ടില്ല. സോ ഇൻഡെക്സിങ്ങിൻ്റെ തമിഴത്ത് നമ്മളെപ്പോഴും 1:, നമുക്ക് 4th എലമെൻറ്റും കൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ 5 കൊടുത്താൽ മാത്രമേ നമുക്ക് ആ 4th എലമെൻറ്റും കൂടെ ഇവിടെ കിട്ടുള്ളൂ. സോ ഇൻഡെക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, 1 എന്ന് പറയുന്നത് നമ്മുടെ ക്യാറ്റ് എന്ന് പറയുന്ന പൊസിഷനാണ്. 5 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ 4th എലമെൻ്റാണ് വരിക. സോ നമ്മൾ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1:4 എന്നാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത്. സോ ഇൻഡെക്സിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്കത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതേ സമയത്ത് ഞാൻ 1:5 എന്ന് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു റോയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സ് എല്ലാം എനിക്ക് കിട്ടും. അതേപോലെ ഈ ഈസ് എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എനിക്ക് കോളം എലമെൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക, അതായത് ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്. സപ്പോസ് ഒരു മെട്രിക്സ് ഫോം ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്കിവിടെ കിട്ടും. അതിന് പകരം 4 എന്ന് കൊടുക്കുന്ന സമയത്ത് എനിക്കിവിടെ കിട്ടുന്നത് എന്താണ്, 0 തൊട്ട് 3 വരെയുള്ള വാല്യൂ ആണ് എനിക്കവിടെ കിട്ടുക. സോ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ളതാണ്. സോ ഇൻഡെക്സിങ് കൊടുക്കുക ആക്ച്വലി ഇവിടെ 0 to 3rd എലമെൻറ്റ് വരെയാണ് വരുന്നത്. 0, 1, 2, 3. ഓക്കെ, സോ 3 എലമെൻറ്റ്സ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. സോ നമുക്ക് എത്ര എലമെൻറ്റ്സ് വേണം +1 എന്ന് പറയുന്നതായിരിക്കണം നമ്മളെപ്പോഴും സെക്കൻഡ് ഇൻഡെക്സിങ്ങിൽ കൊടുക്കേണ്ടത്. സോ ഇതുപോലെ നമുക്ക് ഇൻഡെക്സിങ്ങിൽ പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലമെൻറ്റ്സുകളോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് എലമെൻറ്റ്സോ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഓരോ വാല്യൂ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് എനിക്ക് ഇങ്ങനെയല്ല, ഒരു 100 വാല്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഒരു 1000 വാല്യൂസൊക്കെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ തവണയും എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫോർ ലൂപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഞാനിവിടെ LST എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ x in, നമ്മൾ ഫോർ ലൂപ്പ് ഓൾറെഡി പഠിച്ചതാണ്. സോ റേഞ്ച് ഓഫ് 1,11. സോ 1,11 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 to 10 വരെ ആയിരിക്കും നമുക്ക് ഈ ലൂപ്പ് റൺ ചെയ്യുക. ഇൻഡെക്സിങ് ആയതുകൊണ്ടാണ് നമ്മളവിടെ 11 കൊടുത്തത്. ദെൻ കോളൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇൻഡൻറ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഫോർ ലൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ എനിക്ക് എന്താ ചെയ്യേണ്ടത്, 10 തവണ വരുന്ന സമയത്ത് വാല്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റ് ഡോട്ട് append എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് വാല്യൂസാണ് ഇതിലേക്ക് അപ്പെൻഡ് ചെയ്യേണ്ടത്, ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ അതിനകത്തേക്ക് അപ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 1 to 10 വരെയുള്ള വാല്യൂസ് അതിനകത്തേക്ക് അപ്പെൻഡ് ആയിട്ടുണ്ട്. സോ ഇതിന് പകരം ഞാൻ 111 എന്നാണ് കൊടുത്തിട്ട് റൺ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 110 എലമെൻറ്റ്സ് എനിക്കൊരു സിംഗിൾ ക്ലിക്കിൽ എൻ്റർ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ ലിസ്റ്റുകളിൽ വാല്യൂസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. ഇതുപോലൊരു വേരിയബിളിനകത്ത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇഫ് കണ്ടീഷൻ ഞാനിവിടെ കൊടുക്കുകയാണ്, അതായത് എനിക്ക് ഓൺലി ഈവൻ നമ്പേഴ്സ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇഫ് എക്സ് നമുക്കറിയാം %2, നമ്മൾ ഈ പെർസെൻറ്റേജ് സിമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താണ് അത് മീൻ ചെയ്യുന്നത്? അത് ഈവൻ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ lst.append എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്കവിടെ യൂസ് ചെയ്യാം. ഇനി നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഈവൻ നമ്പേഴ്സ് മാത്രമായിരിക്കും ആ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടും ലിസ്റ്റുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ. നിങ്ങൾ സ്വന്തം കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.